കൂടെയുണ്ട് ഞാൻ സഖി. അവതരണം ഗീതു. സാങ്കേതിക സഹായം ശരത് അലാബ്സ്. നമസ്കാരം. കൂടെയുണ്ട് ഞാൻ സഖിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗീതു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഹെയർ കെയർ ടിപ്പാണ്. നമ്മളിപ്പോൾ മുടിയിലൊക്കെ കളർ ചെയ്യാറുണ്ടല്ലേ, പലരും കളർ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു മുടിക്ക് കളർ ചെയ്യുമ്പോൾ അത് കൃത്രിമമായി നൽകാതെ നാച്ചുറലായിട്ട് കളർ നൽകാനും അതുപോലെ തന്നെ നമ്മുടെ മുടിക്കൊരു ഷൈനിങ്ങും അതുപോലെ തന്നെ നല്ല ഒരു കട്ടിയും ഒക്കെ തരാനായിട്ട് ഹെന്ന യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഈ ഹെന്ന നല്ല കളർ തരുന്ന രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു കൂടെയുണ്ട് ഞാൻ സഖിയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായി വേണ്ടത് ഒരു ബീറ്റ്റൂട്ടിൻ്റെ അരഭാഗം എടുത്തിട്ട് അത് നമ്മൾ കട്ട് ചെയ്തിട്ട് തൊലിയോടുകൂടി തന്നെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു 2 ടീസ്പൂൺ റൈസ്, അതായത് അരി, ഏതരിയാണെങ്കിലും മതി, അത് വെച്ചിട്ട് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കാം. കുറേ നേരം ഒന്ന് തിളപ്പിക്കണം. അതിനുശേഷം മറ്റൊരു പാത്രത്തിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും ഹെന്ന എടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ കോഫി പൗഡർ, ഏത് കോഫി പൗഡർ ആണെങ്കിലും മതി, ഇൻസ്റ്റൻ്റ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ അലോവേര ജെൽ, അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ലായാലും മതി, നാച്ചുറൽ ആണെങ്കിൽ അത്രയും നല്ലത്. ചിലർക്ക് നാച്ചുറൽ ആയിട്ടുള്ള അലോവേര പിടിക്കില്ല, അതാണ്. അപ്പോൾ നിങ്ങൾക്ക് യോജിച്ചത് ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മളിത് ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിരിക്കുകയാണല്ലോ, അതിലേക്ക് നമ്മൾ ഈ ബീറ്റ്റൂട്ട് തിളപ്പിച്ച ആ ഒരു വെള്ളം അരി ഉൾപ്പെടെ തിളപ്പിച്ച ആ ഒരു വെള്ളം അരിച്ച്, ആവശ്യത്തിനുള്ള വെള്ളം അരിച്ച് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നമുക്കിതൊരു 15 മിനിറ്റ് നേരം ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചേക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമുക്കൊരു അരമണിക്കൂറോളം വെക്കുക. അതിനുശേഷം ഇത് റെഡിയായി കഴിഞ്ഞു. നമ്മൾ സാധാരണ ഹെന്ന ഉപയോഗിക്കുമ്പോൾ തലേന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഈസി മെത്തേഡാണ് അല്ലേ, നമുക്കിത് മോർണിംഗ് തന്നെ വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഹെയറിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 2 മണിക്കൂറിന് ശേഷം, നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം 2 മണിക്കൂറിന് ശേഷം കഴുകിക്കളയാം. സാധാരണ വെള്ളത്തിൽ തന്നെ കഴുകിക്കളയാം. അപ്പോൾ നമ്മുടെ മുടിക്ക് ഒരു ഷൈനിങ്ങും അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെഡ് കളർ, അതായത് ബീറ്റ്റൂട്ടിൻ്റെ ഒരു കളർ ഉണ്ടല്ലോ, അതുമൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ ഹെന്നയുടെ ഒരു കാര്യം പറയുന്നത് എന്ന് വെച്ചാൽ ഹെന്ന നമ്മുടെ മുടിയെ ഡ്രൈ ആക്കും എന്നതാണ്. അപ്പോൾ ഇതിന് ശേഷം ഒരു 2 ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് ഹെയർ ഓയിൽ ചെയ്തിട്ട് നമുക്ക് ഷാമ്പൂ വാഷൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മളുടെ ആ ഒരു ഹെയറിന് ഹൈഡ്രേറ്റിംഗ്, അതായത് ഹൈഡ്രേഷൻ കൊടുക്കേണ്ടത് നമ്മൾ കറക്റ്റ് വീക്കിലി അത് നമ്മൾ കൊടുക്കേണ്ടതാണ്, അത് മറക്കണ്ട. അപ്പോൾ ഈ ഒരു ഹെന്ന ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് നമുക്കൊരു 10 ദിവസം ഇടവിട്ടൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ടാണ് യൂസ് ചെയ്യേണ്ടത്, അതെപ്പോഴും ഓർക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച പുതിയ ടിപ്പുമായി കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂടെയുണ്ട് ഞാൻ സഖി. അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശരത് അലാബ്സ്.